കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വചനത്തിൻ്റെ ദൂത് ഇന്നും ഹൃദയത്തിന് വിടുതലായി ആശ്വാസമായി തീരത്തക്ക നിലയിൽ കർത്താവിൻ്റെ മഹത്തായ പ്രവർത്തിതലങ്ങളെ ഇന്നും ജീവിതത്തിൻ്റെ കൂടാരത്തിൽ വെളിപ്പെടുത്തി ജീവിതത്തെ ധന്യമാക്കുവാൻ ശക്തിയുള്ള പ്രാപ്തിയുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരം തൊടുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദം 119 സങ്കീർത്തനം 116 വാക്യം, ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ വചനപ്രകാരം എന്നെ താങ്ങണമേ, എൻ്റെ പ്രത്യാശയിൽ ഞാൻ ലജ്ജിച്ചു പോകരുതേ. വളരെ ശ്രദ്ധേയമായ ഒരു വാക്ക് അതിനകത്തുനിന്ന് പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുകയാണ്. എൻ്റെ പ്രത്യാശയിൽ ഞാൻ ലജ്ജിച്ചു പോകരുതേ. ഒരുവൻ ഒരു ദൈവം ഇതിൽ വിശ്വസിക്കുമ്പോൾ മഹത്വം വെളിപ്പെടുത്തുമെന്ന് തിരുവെഴുത്ത് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വിശ്വാസത്തിൽ പ്രസാദിക്കുന്ന ദൈവമാണെന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ആര് തിരുവെഴുത്തിൽ വിശ്വസിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അവരുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ അത്ഭുതങ്ങൾ വെളിപ്പെട്ടിട്ടുണ്ട്, അടയാളങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, വീര്യപ്രവർത്തികൾ ദൈവം ചെയ്തിട്ടുണ്ട്, അവിടെ ശൂന്യതകളെല്ലാം ദൈവം മാറ്റിയിട്ടുണ്ട്. വിശ്വസിക്കുമ്പോൾ മഹത്വം കാണുമെന്ന് കർത്താവ് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം വചനത്തിൽ നിറവേറുക തന്നെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. സങ്കീർത്തനക്കാരൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന വാക്കിത, എൻ്റെ പ്രത്യാശയിൽ ഞാൻ ലജ്ജിച്ചു പോകരുതേ. എൻ്റെ പ്രത്യാശയിൽ ഞാൻ ലജ്ജിച്ചു പോകരുതേ. വചനത്തിന് വിരോധമാണോ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്ന വാക്ക്? അല്ല. തൻ്റെ പ്രത്യാശ, തൻ്റെ വിശ്വാസം ഏതു വിഷയത്തിലാണോ താൻ പ്രത്യാശിക്കുന്നത് ആ വിഷയം നടക്കണം എന്ന് തന്നെയാണ് തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. അത് ഞാൻ ലജ്ജിച്ചു പോകരുത്. ഞാൻ ചോദിക്കുന്ന വിഷയം, ഞാൻ ദൈവസന്നിധിയിൽ ദൈവത്തോട് അപേക്ഷിക്കുന്ന എൻ്റെ വിഷയം, അത് കർത്താവിനിക്ക് നൽകി തന്ന് എന്നെ മാനിക്കുവാനാണ് സങ്കീർത്തനക്കാരൻ ആഗ്രഹിക്കുന്നത്. അത് ഞാൻ ലജ്ജിച്ചു പോകരുത്. ഞാൻ പ്രാർത്ഥിച്ചിട്ടും, ഞാൻ വിശ്വസിക്കുമ്പോഴും, ഞാൻ പ്രത്യാശിക്കുമ്പോഴും ഞാൻ ലജ്ജിച്ചു പോകരുത്. എന്താ ഇതിൻ്റെ അർത്ഥം? എന്താ ഇതിൻ്റെ ആഴം? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ശക്തിയോടെ ദൂത് വെളിപ്പെടുത്തുക. സങ്കീർത്തനക്കാരൻ്റെ പ്രത്യാശ അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണോ? സങ്കീർത്തനക്കാരൻ്റെ പ്രത്യാശ അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണോ? സങ്കീർത്തനക്കാരൻ്റെ പ്രത്യാശ അത് ദൈവത്തിൻ്റെ ആഗ്രഹമാണോ? സങ്കീർത്തനക്കാരൻ്റെ പ്രത്യാശ അത് ദൈവം നൽകുവാൻ ദൈവത്തിന് മനസ്സുണ്ടോ? ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് കർത്താവിൻ്റെ ദൂതിത, ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമിത. ചിലതൊക്കെ നാം പ്രത്യാശിക്കുന്നുണ്ട്, ചിലതൊക്കെ നാം വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ഇങ്ങനൊരു വാക്ക് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ലജ്ജിച്ചു പോകുവാൻ ഇടവരല്ല, ലജ്ജിച്ചു പോകുവാൻ ഇടവരല്ല. കാരണം ഞാൻ ചോദിക്കുന്ന വിഷയം എൻ്റെ ദൈവത്തിന് എത്രത്തോളം താല്പര്യമുണ്ട്. ഞാൻ അപേക്ഷിക്കുന്ന വിഷയം എൻ്റെ ദൈവം എനിക്കായി കരുതിയിരിക്കുന്ന വാഗ്ദത്തങ്ങളാണോ? എൻ്റെ ഹൃദയത്തിലും എൻ്റെ ജീവിതത്തിൻ്റെ മേഖലയിലും ദൈവം അത് തരാൻ ആഗ്രഹിക്കുന്ന പദ്ധതികളാണോ? ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, ചില കുടുംബത്തോട് ലജ്ജിച്ചു പോയെന്നൊരു ചിന്തയില്ലേ? അങ്ങനൊരു ഭാരമില്ല. ഞാൻ പ്രത്യാശ വെച്ച വിഷയമാണ്, ഞാൻ വിശ്വാസം വെച്ച വിഷയമാണ്, പക്ഷെ എനിക്കത് കിട്ടിയില്ല. അത് മറ്റുള്ളവരറിഞ്ഞു ഞാൻ പ്രത്യാശ വെച്ചത്. ആ വിഷയത്തിലുള്ള എൻ്റെ പ്രത്യാശയെക്കുറിച്ച് മറ്റുള്ളവരറിഞ്ഞു, എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് അറിഞ്ഞു, എൻ്റെ ചാർച്ചക്കാർക്ക് അറിഞ്ഞു. എന്നാൽ അത് പ്രവർത്തിക്കാ നിമിത്തം ഞാൻ ലജ്ജിച്ചു, അവിടെ മുമ്പിൽ ഞാൻ ലജ്ജിച്ചു എന്ന് വിചാരിക്കുന്ന കുടുംബങ്ങളോട്, ജീവിതങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദൂതിത, ദൈവത്തിൻ്റെ വൈദ്യലേ, അതിനും മികച്ചത് തരുവാൻ ആഗ്രഹിക്കുന്ന ദൈവം, അതിനും മഹത്തായത് തരുവാൻ ആഗ്രഹിക്കുന്ന ദൈവം, അതിനും ശ്രേഷ്ഠമായത് ദൈവം കരുതിയിരിക്കുന്ന എൻ്റെ പ്രത്യാശയ്ക്ക് മീതെയാ എൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിത്തരാൻ പോകുന്നത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വഴി അടഞ്ഞുപോയവരോട്, വാതിൽ അടഞ്ഞുപോയവരോടുള്ള ദൈവത്തിൻ്റെ ശബ്ദം ഇതാ, എൻ്റെ പ്രത്യാശയെ ഞാൻ ലജ്ജിച്ചു എന്ന്
നിർണയിച്ചിരിക്കുക, നിശ്ചയിച്ചിരിക്കുക. അത് പരിശുദ്ധാത്മ തിരുത്തുക എന്ന് പകൽ ദൂത് വെളിപ്പെടുത്തി അതിനെ തിരുത്തുക. കാരണം അതിനും മഹത്തായതാ എൻ്റെ കർത്താവിൻ്റെ പ്ലാൻ. എൻ്റെ പ്രത്യാശയ്ക്ക് മീതെ എൻ്റെ ദൈവത്തിൻ്റെ വിലയേറിയ വാഗ്ദത്തങ്ങൾ എന്നോടുണ്ട്, എൻ്റെ കുടുംബത്തോടുണ്ട്, എൻ്റെ തലമുറയോടുണ്ട്. ദൈവത്തിൻ്റെ വൈതലേ, പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് വെളിപ്പെടുത്തുക. ഇന്ന് വചനം ഏറ്റെടുക്കട്ടെ. എൻ്റെ പ്രത്യാശയിൽ ഞാൻ ലജ്ജിച്ചു പോകരുതേ. ദൈവത്തിൻ്റെ വൈതലേ, ഇന്നും പ്രാർത്ഥിക്കുന്ന വിഷയം അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാകട്ടോ. ഇന്നും പ്രാർത്ഥിക്കുന്ന വിഷയം അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാകട്ടോ. അത് നടക്കും, അത് നിറവേറും. അതിൽ ലജ്ജിക്കത്തില്ല, അതിൽ ദൈവം തലകുനിപ്പിക്കുക സമ്മതിക്കത്തില്ല. ആ നിലവാരത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വിഷയത്തിന്മേ ചലിക്കുക. സങ്കീർത്തനക്കാരൻ്റെ പ്രാർത്ഥന, എൻ്റെ പ്രത്യാശയിൽ ഞാൻ ലജ്ജിച്ചു പോകരുതേ. ദൂതാഴമായി വിശ്വസിക്കട്ടെ, വചനമേറ്റെടുക്കട്ടെ. ലജ്ജിക്കാതെ മാനിക്കുന്ന ദൈവത്തിൻ്റെ കരവ ഈ ദിവസങ്ങളിൽ കാണാൻ പോകുന്ന. ചോദിച്ചതിന് മീതെ ദൈവം തരും. ഇന്ന് പകലും പ്രത്യാശിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ പൈതലേ, അത് വാഗ്ദത്തവ, അത് ദൈവം തരും, ദൈവം സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, എന്ന് കേൾപ്പിച്ച ദൂതനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. അവരുടെ അവസ്ഥയിൽ കർത്താവേ, ഹൃദയത്തിൽ പ്രത്യാശയോടെ ആയിരിക്കുന്നവരുണ്ട്. ഇന്ന് ഇടപെട്ട ദൂതുപോലെ ചലിക്കട്ടെ കർത്താവേ. മികച്ചതും ശ്രേഷ്ഠമായതും ചെയ്തു കൊടുക്കുവാൻ വിശ്വസ്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. വിടുതലുകളും ദൈവപ്രവർത്തികളും നടക്കട്ടെ. അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് കണ്ട് സന്തോഷിപ്പാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ കർത്താവ്. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.